ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. ഈവൻ NRI അക്കൗണ്ട് എന്താണ് ബെനിഫിറ്റ്, NRO എന്താണ് ബെനിഫിറ്റ്, നാട്ടിൽ തന്നെ ഫ്ലാറ്റുകളോ വില്ലകളോ ഒക്കെ ഉണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ NROയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് കുറെ കാലങ്ങൾക്ക് ശേഷം ചോദ്യം വരുമ്പോഴാണ് NROന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. ഈവൻ ഞാനടക്കം എൻ്റെ നാട്ടിലെ ക്ലയൻസുകളൊക്കെ NROയിലൊക്കെ കൊണ്ടുവന്ന് ക്യാഷ് ഇടുമ്പോൾ പറയാറുണ്ട്, അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്ന് ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യത്തിൽ സാറിൻ്റെ ഒരു ആദ്യം നമുക്ക് ഈ പറയുന്ന NRE, NRO എന്ന അക്കൗണ്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതെ അതായത് നമ്മൾ ഇൻകം ടാക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ വരുന്നത് NRE, NR ഇൻകം ടാക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ശരി. അത് ഇൻകം ടാക്സും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് NRI എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് വരുന്നത് തന്നെ ഫെമ എന്ന് പറയുന്ന നിയമപ്രകാരം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്ന് ഫോറിൻ പറയുന്നത് എക്സ്ചേഞ്ച് ഫോറിൻ മാനേജ്മെന്റ് എക്സ്ചേഞ്ച് ആക്ട്. മാനേജ്മെന്റ് ആക്ട് 1999 ആർബിഐയുടെ നിയമപ്രകാരമാണ് ഒരു NRI, ഇപ്പം നിങ്ങൾ ഒരു NRI ആണെന്ന് ഇന്ത്യയിൽ പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് NRI അക്കൗണ്ടും NRO അക്കൗണ്ടും ലീഗലി തരുന്നത് നിങ്ങളൊരു NRI ആയതുകൊണ്ടാണ്, അണ്ടർ ഫെമ. ഓക്കെ. അപ്പോൾ ഒരു NRI എപ്പോഴാണ് ഫെമ പ്രകാരം NRI എന്ന അടുത്ത ചോദ്യം വരും. അതെ. അതായത് ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നു, ജോലി സംബന്ധമായ ആവശ്യം, ബിസിനസ് സംബന്ധമായ ആവശ്യം, ഇല്ല വേറെ ഏതെങ്കിലും ആവശ്യം, അദ്ദേഹത്തിന്റെ ഇവിടുത്തെ സ്റ്റേ ഈസ് ഇറ്റ് ഫോർ എ അൺസർട്ടൻ പീരീഡ്. നമ്മൾ ഇവിടെ നിൽക്കുന്നത് അൺസർട്ടൻ പീരീഡ് ആണ്. അതെ. ഇത് പ്രൂവ് ചെയ്യുമ്പോഴാണ് ഒരാൾ NRI ആയി മാറുന്നത്. അത് എത്ര ദിവസമാണ് ഇപ്പോൾ ഒരു വർഷത്തിൽ? അല്ല, അങ്ങനെ ഒരു ദിവസമില്ല. അൺസർട്ടൻ, നിങ്ങൾ പോകുന്ന ഇന്റൻഷൻ ആണല്ലോ ഓപ്പൺ അതെ ചെയ്തത്. അതെ അതെ. ഇന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പക്ഷെ നാളെ ഒരാളൊരു വ്യക്തി NRI ആയി മാറണമെങ്കിൽ ആ. ലീഗലി ഒരു വർഷത്തിൽ ഇത്ര ദിവസം പുറത്ത് നിൽക്കണം എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. അത് ഇൻകം ടാക്സ് ആണ്. ആ, ഇവിടെ നമ്മൾ ഓക്കെ. രണ്ട് കോൺസെപ്റ്റ്, മറ്റൊന്ന് ഫെമയുടെ കേസാണ്. നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത് ഫെമ പ്രകാരമാണ്. ഓക്കെ, അതെ അതെ. ഇൻകം ടാക്സ് പ്രകാരം റെസിഡന്റ് നോൺ റെസിഡന്റ് എന്ന് പറയുന്ന കാറ്റഗറി ഉള്ളൂ. ആ. മനസ്സിലായി? അതിൽ ഡൊണാൾഡ് ട്രംപും ഇന്ത്യയിൽ റെസിഡന്റ് ആവാം, നാട്ടിൽ പോയി ഓക്കെ, താമസിച്ചു ഓക്കെ. കഴിഞ്ഞാൽ. അത് പുതിയൊരു അറിവാണ്. അത് ഇന്ത്യയിൽ അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫിസിക്കലി താമസിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റെസിഡന്റ് ആയി മാറും. അത് തീർച്ചയായിട്ടും അതല്ല ഞാൻ പറഞ്ഞു. ഈ ഫെമയെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴേ പുതിയ അറിവുകളാണ്. ഫിമ ഒരുപാട് അതായത് അങ്ങനെയുള്ള ഒരു വ്യക്തി, മിക്ക ആൾക്കാർക്കും അറിയാത്തതാണ് ഞാൻ അറിയാം, ഇന്ത്യയിൽ സേവിങ്സ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, റെസിഡന്റ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. നിങ്ങൾക്ക് 2 അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ പക്ഷെ അവിടെ ഒരു പ്രോബ്ലം വരുന്നത് NRI അക്കൗണ്ടിൽ പൊതുവെ നാട്ടിൽ ഇപ്പം ഗൂഗിൾ പേ ആണ്. നമ്മളൊരു കരിക്ക് കുടിക്കാൻ പോയാലും ഗൂഗിൾ പേ ഇല്ലാതെ ജീവിക്കാൻ വയ്യ. അതെ. അപ്പോൾ ആ ഒരു അവസരത്തിൽ NRIക്കാർക്ക് പൊതുവെ ഗൂഗിൾ പേയിലുള്ള UPI അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുക്കുന്നില്ല. NRO അക്കൗണ്ടിൽ ഇപ്പൊ ഒരുപാട് ബാങ്കുകൾ അത് ചെയ്ത് പക്ഷെ കൊടുക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് എൻ്റെ അറിവിൽ പലരും അതെ. ആരോടും പറയാതെ ഞാൻ NRI ആണ് അല്ലെങ്കിൽ വിദേശി ഇത് വർക്ക് ചെയ്യുന്ന ആളാണെന്നൊന്നും പറയാതെ പോയിട്ട് SBI അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങും. ലീഗലി അലൗഡ് അല്ല, സത്യം പറഞ്ഞു. കാരണം നമ്മൾ ബാങ്കിനെ അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു വിദേശത്ത് NRI ആണെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു വിസ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോയി തുടങ്ങരുത്. അത് നിയമപരമായിട്ട് തെറ്റാണ്. പരമാവധി നിങ്ങൾ NRO അക്കൗണ്ടിലൂടെ ഈ UPI പേയ്മെന്റ് നടത്താനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നാളെ ബാങ്ക് പറയും നമ്മൾ ബാങ്കിനെ മിസ്റെപ്രസെന്റ് ചെയ്തു എന്ന്. കാരണം അത് വലിയൊരു അറിവാണ്. കാരണം നമ്മൾ ഒരിക്കലും ഇത് പറയുന്നില്ലല്ലോ. അതെ അതെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് പാസ്പോർട്ടിന്റെ കോപ്പി ഒന്നല്ല കൊടുക്കുന്നത്, നമ്മൾ നാട്ടിൽ ആധാറും പാനാ കൊടുക്കുന്നത് അല്ലേ. അതെ അതെ. ഈ പറയുന്ന ബാങ്കിൽ കാരണം ഒരിക്കലും നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ഒരു ICICI ബാങ്കിൽ NRO അക്കൗണ്ട് ഉള്ള ആ ബാങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. നമ്മൾ പോയി സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങും, അല്ലെങ്കിൽ HDFC തുടങ്ങും. അതെ അതെ. കാരണം അവിടെ എപ്പോഴും ഡോക്യുമെന്റ്, കാരണം നമ്മുടെ KYC അവിടെ ഉണ്ട്. അതെ അതെ. അപ്പൊ നാളെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ അവിടെ 2 കോൺഫ്ലിക്റ്റും സംഭവിക്കും. ഓക്കെ. അത് കോൺഫ്ലിക്റ്റ് സമയം ഒരു വ്യക്തിയുടെ NRO അക്കൗണ്ടും അവിടെ ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്ന അതേ പാൻ കാർഡ് ഹോൾഡറുടെ റെസിഡന്റ് അക്കൗണ്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ശരി, അപ്പം ശരി. പ്രാക്ടിക്കലി ചിലപ്പോൾ നമ്മൾ ഈ റെസിഡന്റ് അക്കൗണ്ട്, ചില ആൾക്കാർ ഇന്ത്യയിൽ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് ഈ TDS പിടിക്കുമല്ലോ. അതെ അതെ. TDS 20%. അതെ. അല്ലെങ്കിൽ പക്ഷെ അത് റീഇംബേഴ്സ് ചെയ്യാലോ പിന്നെ. അല്ല, 20% ഇപ്പൊ 12.5% കുറച്ചു റീഇംബേഴ്സ് ചെയ്യാം. പക്ഷേങ്കിൽ ഇന്ത്യയിൽ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് റെസിഡന്റ് ആണ് സെല്ലർ എങ്കിൽ ഓക്കെ. നമുക്ക് 1% പിടിച്ചാൽ മതി. അപ്പോൾ ചില ബ്രോക്കർമാർ പറയും, നിങ്ങൾ ഇന്ത്യയിൽ റെസിഡന്റ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിൽ അക്കൗണ്ടിൽ കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ 12.5% 1% മാറി അപകടം മനസ്സിലാക്കാതെ ആളുകൾ നമ്മൾ പോയി അത് പോയി ചെയ്യും. അപ്പൊ നമ്മൾ ലീഗലി മിസ്റെപ്രസെന്റ് ചെയ്യാണ് പറയും. അപ്പൊ ചിലപ്പോൾ പറയും, നിങ്ങൾക്ക് റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ പൈസ അതിൽ അയച്ചാൽ അന്നേരം 1% എഴുതും. നമുക്ക് ഇത് ക്ലിക്ക് ആവില്ല. ഈ പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്കും ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ കോൺസിക്വൻസസ് വലിയ. അപ്പം ഞാൻ ഇത് പറയുന്ന വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്ക NRIസിന് അറിയാത്തൊരു കാര്യം, ഈ NRE അക്കൗണ്ട് ഉണ്ട്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, അതിന് ഒരിക്കലും ടാക്സ് എക്സ്പോഷർ ഇല്ല എന്നുള്ള ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അത് വളരെ ഒരുപാട് പേരുടെ വിചാരം NRE അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കാശ് NRE അക്കൗണ്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് തെറ്റായ ഒരു ധാരണയാണ്. അതായത് NRE അക്കൗണ്ടിൽ
ആകെ രണ്ട് എമൗണ്ട് മാത്രമേ എക്സംപ്റ്റഡ് ആയിട്ടുള്ളൂ, ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ ഒന്ന് ഇൻട്രസ്റ്റ് ഇൻകം, നമുക്ക് ഓക്കെ കിട്ടുന്ന NRE അക്കൗണ്ടിൽ ഒരു FD ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം എക്സംപ്റ്റഡ് ആണ്. ഓക്കെ ആ ഇൻട്രസ്റ്റ് തന്നെ നമുക്ക് എപ്പോഴാണ് എക്സംഷൻ കിട്ടുന്ന പറഞ്ഞാൽ ആ NRI എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ഹി ഈസ് ക്വാളിഫൈഡ് ടു ബി എൻ NRI അണ്ടർ എ FEMA. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം FEMAയിൽ NRI അയാളുടെ ഇൻട്രസ്റ്റ് മാത്രമേ എക്സംപ്റ്റഡ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നു, ഓക്കെ പണി കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ തിരിച്ചു പോയി, ഞാൻ ബാങ്കിൽ പോയി ഇൻഫോം ചെയ്യില്ല ഞാൻ എൻ്റെ നാട്ടിൽ വന്നു എന്ന്. ഈ വ്യക്തി 2-3 വർഷം NRE അക്കൗണ്ടിന്റെ FD എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ്. അല്ല, അത് പലപ്പോഴും പ്രവാസി ചിന്തിക്കുന്നത് ഓക്കെ എനിക്ക് അടുത്തന്നെ തിരിച്ചു പോകേണ്ടി വരും, ഞാൻ വെറുതെ അവിടെ പോയി പറയേണ്ട കാര്യമില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഈ പറഞ്ഞ പോലെ ടാക്സ് കൊടുക്കേണ്ടി വരും, ടാക്സ് അല്ലെങ്കിൽ ഇനി മറ്റൊരു അക്കൗണ്ട് തുടങ്ങേണ്ടി വരും എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ നിയമപ്രകാരം പക്ഷെ തെറ്റാണ്. ഡേ 1 മുതൽ ടാക്സബിൾ ആണ്. ഡേ 1 മുതൽ. അതായത് ഞാൻ പറയും NRI എപ്പോഴാണ് അയാളുടെ NRI സ്റ്റാറ്റസ് മാറുന്ന പറഞ്ഞാൽ, ഞാൻ പറയും നിങ്ങൾ ഫ്ലൈറ്റ് നാട്ടിൽ ഇറങ്ങി കോഴിക്കോട് എയർപോർട്ടിലൊക്കെ ഇറങ്ങി ലീവിന് വന്നാലും ലീവിനല്ല, അല്ല, ഈ വിസ ക്യാൻസൽ ചെയ്തു വിസ അതായത് നേരത്തെ പറഞ്ഞത് എപ്പോഴാണ് NRI ആവുന്നത്, ഇന്റൻഷൻ ടു സ്റ്റേ ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ എൻ അൺസർട്ടൻ പീരീഡ് എന്നാണ്. കറക്റ്റ്. അതുപോലെ തന്നെ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ടും യുവർ ഇന്റൻഷൻ ടു സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എൻ അൺസർട്ടൻ പീരീഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ NRI സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു അതെ അല്ലേ. അപ്പം പക്ഷെ അത് മാനസികമായിട്ട് ആളുകൾ തയ്യാറെടുത്തിട്ടില്ല, അവര് വീണ്ടും പോവാ എന്നുള്ളൊരു ലീഗൽ ഡോക്യുമെന്റ്, തിരിച്ചു പോകാൻ ഡോക്യുമെന്റ് ഇല്ലല്ലോ. അതെ. നിങ്ങൾ തിരിച്ചു പോകാനുള്ള ഡോക്യുമെന്റ് നമ്മളെല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണല്ലോ തിരിച്ച് നാട്ടിൽ വരുന്നത്. അപ്പം നമ്മൾ പക്ഷെ അവിടെ ഒരു ചോദ്യം ചോദിച്ചത് സാർ, ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം തന്നെയാണ്. ഇപ്പം ഞാൻ എന്ന വ്യക്തി തന്നെ കൂട്ടാം, ഞാൻ നാട്ടിൽ പോകുന്നു, എൻ്റെ അക്കൗണ്ടിൽ ഒരു 100 crores ഞാൻ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു, അതെൻ്റെ അക്കൗണ്ടിലുണ്ട്, ഞാൻ പ്രവാസം മതിയാക്കി, ഞാൻ വിസ ക്യാൻസൽ ചെയ്തു, നാട്ടിലെത്തുകയാണ്. എത്തിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുകയാണ് തിരിച്ചു പോവാം, ഞാൻ നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു 50% ഞാൻ തിരിച്ചെടുക്കുകയാണ്. എന്താണ് അതിന്റെ വന്ന ഇതിനെന്തെങ്കിലും ടാക്സ് ഉണ്ടോ? കാരണം ഞാൻ പുറത്തുനിന്ന് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പണമാണ്, അത് അക്കൗണ്ടിൽ കിടക്കുന്നു. പക്ഷെ ഞാൻ വന്നിട്ട് വിസ ക്യാൻസൽ ചെയ്തിട്ട് ഒരു 2 വർഷം കഴിഞ്ഞു, നാട്ടിൽ തന്നെ നിൽക്കുകയാണ്, ഞാൻ പിന്നീട് എവിടെയും പോയിട്ടില്ല, ഈ എമൗണ്ട് എനിക്ക് തിരിച്ചെടുക്കുമ്പോൾ ടാക്സ് ഉണ്ടോ? ഇല്ല, ടാക്സ് ഒന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ 100 കോടിയില്ല 1000 കോടി ഉണ്ടാക്കിയ പൈസയ്ക്കും നിങ്ങൾ NRI എന്ന സ്റ്റാറ്റസിൽ ഇവിടുന്ന് ഉണ്ടാക്കിയ പൈസ ലീഗൽ ആണെങ്കിൽ ഇന്ത്യയിലെ ടാക്സ് ഇല്ല. അതിൽ നിന്ന് 1 രൂപ ഇൻകം ജനറേറ്റ് ആയാൽ ആ 1 രൂപയ്ക്കാണ് ടാക്സ്. മനസ്സിലായി. അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ആ 1 രൂപയ്ക്കാണ് ടാക്സ്, അല്ലാതെ നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് ടാക്സ് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അത് മിക്ക NRIസിനും അറിയില്ല, ആർക്കും അറിയില്ലെന്ന് ചോദിച്ചോളൂ, എന്നാലും പറയാം. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു 1 കോടി രൂപ അല്ലെങ്കിൽ 100 കോടി രൂപ വട്ടവർ എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട 2-3 കാര്യമുണ്ട്. ഒന്ന്, ഈ പൈസ നമുക്ക് എവിടെ നിന്ന് കിട്ടി, ഓക്കെ, ആരാണ് പൈസ തന്നത്, കാശ് വാങ്ങിയത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ബ്രദർ വാങ്ങിച്ചു, ചേട്ടൻ ഇവിടെ ദുബായിലായിരിക്കും, അനിയന്റെ ബാങ്കിലാണ് 10 കോടി രൂപ വന്നിട്ടുണ്ടാവുക. അനിയൻ പ്രൂവ് ചെയ്യണം ഈ ബ്രദറാണോ പൈസ തന്നത് അല്ലേ, ബ്രദറിന് ഈ കാശ് തരാൻ കപ്പാസിറ്റി ഉണ്ട്. KYC കറക്റ്റ് ആയിരിക്കണം അല്ലേ, നമുക്ക് KYC കറക്റ്റ് ആയിരിക്കണം, ബാങ്കിനല്ല. ഇത് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക്, ഞാൻ ഇൻകം ടാക്സ് ഇപ്പം എന്നോടാ ചോദിക്കുന്നത്. ഇപ്പം ഞാനാണ് അനിയൻ, എനിക്കാണ് പൈസ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് 3 കാര്യം പറഞ്ഞു കൊടുക്കണം. ഇത് ചേട്ടൻ തന്നെയാണോ, അല്ലെ ചേട്ടൻ എവിടെ നിന്നാണ് ഈ പൈസ, ചേട്ടൻ ഈ കാശ് തരാൻ കഴിവുണ്ടോ, ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടോ, ക്രെഡിറ്റ് വർത്തിനെസ്. ഈ ക്രെഡിറ്റ് വർത്തിനെസ് മിക്ക ആൾക്കാരും ഫെയിൽ ആവും, കാര്യം ഇവിടെ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല പ്രൂവ് ചെയ്യാൻ ഈ കാശ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്. UAE സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കൃത്യമായ രേഖകൾ ഹാജരാക്കാനായിട്ട് സാധിക്കും. ലീഗലി ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെയാണല്ലോ ലീഗൽ എന്ന് പറഞ്ഞ. സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പം സാലറി ആയിരിക്കാം, പെർഫെക്റ്റ്ലി നോ പ്രോബ്ലം. മറ്റുള്ള കമ്മീഷൻ, മറ്റുള്ള ഇൻകം കിട്ടുവാണെങ്കിൽ അത് എനിക്ക് പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ല. പക്ഷേ UAE സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഈ AML സ്ട്രിക്റ്റ് ആയതിനു ശേഷം അതുപോലെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഇത്തിഹാദ് ബ്യൂറോ AECB ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടായി. നമ്മുടെ നാട്ടിൽ സിബിൽ സ്കോർ പറയുന്ന പോലെ ഇവിടെ എപ്പോഴും ഇത്തിഹാദ് ബ്യൂറോയുടെ, അത് AECB സിബിൽ സ്കോർ നോക്കിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഈവൻ പേഴ്സണൽ അക്കൗണ്ടിലൊക്കെ ഒരു കാലഘട്ടത്തിൽ UAE എത്ര പണം വന്നാലും വലിയ ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഒരു 20,000-25,000 ദിർഹംസോ ഒരാൾ പേഴ്സണൽ അക്കൗണ്ടിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്താൽ പോലും അദ്ദേഹം ഒരു എംപ്ലോയി ആണെങ്കിൽ ഉടനെ ബാങ്കിൽ നിന്ന് ചോദ്യം വരും, നിങ്ങളുടെ സാലറി 5,000 ആണ്, നിങ്ങൾ എങ്ങനെ ഈ 25,000 ഇട്ടു. ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലൊക്കെ ഒരു 200,000 ദിർഹംസിന്റെ മേലൊക്കെ ഞാൻ ഇടുമ്പോൾ ആദ്യമേ മെയിൽ അയക്കാറാണ് പതിവ്, RM-നോട് പറയും. അല്ലെങ്കിൽ ഇത് ഈ ജനങ്ങൾക്ക് ഇതിന്റെ അവയർനെസ് വളരെ കുറവാണ്, കാരണം നാട്ടിൽ പൈസ അയക്കുന്ന സമയത്ത്. കാരണം നമ്മളുടെ മനസ്സിൽ NRI എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എക്സംപ്റ്റഡ് ആണ്, എൻ്റെ NRI അക്കൗണ്ട് എക്സംപ്റ്റഡ് ആണ്. ഞാനും പറയും എൻ്റെ ബ്രദർ NRI ആണ്, അതുകൊണ്ട് ടാക്സ് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് പറഞ്ഞാൽ ടാക്സ് 75% ആണ്.
ഓ. അതായത് ഈ പൈസ നമ്മൾ എത്ര പെർസെന്റ്? 75%. 75%. അത് സംതിങ് ഈ അടുത്ത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞ അല്ല, അതല്ല മുൻപേ അങ്ങനെ തന്നെയാണ്. ഇറ്റ് വാസ് ഫ്രം ദ ഡേ വൺ. ഓ, സെക്ഷൻ 68 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്, അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയും. അൺഎക്സ്പ്ലെയിൻഡ് ക്രെഡിറ്റ്, അതായത് 75%. അത് 60% പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് ആ പോസ്റ്റ് കണ്ടപ്പോൾ പുതിയതായി വന്ന നിയമമാണെന്ന് അല്ല കരുതി. ഇതൊക്കെ മുൻപേ ഉള്ളതാണ്. ബേസിക്കലി ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ലീഗൽ സോഴ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ആണ് ഇതൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കറിയണം ഇത് എവിടെ നിന്നാണ് നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കിയെന്നുള്ളത്.